ഇനി നമ്മൾ ഹെൻറി ഫെയോളിൻ്റെ 14 മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിലെ 2 പ്രിൻസിപ്പിൾസിനെ കമ്പയർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എ സർട്ടൻ കമ്പാരിസൺ ബിറ്റ്വീൻ ദീസ് 2 പ്രിൻസിപ്പിൾസ്. ഒരു പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്, അനദർ പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അപ്പോൾ പലർക്കും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒരു പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും. ഓക്കെ, അപ്പോൾ ഈ 2 പ്രിൻസിപ്പിൾസിനെ ജസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുക. അപ്പം 3 ബേസിലാണ് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ അബൌട്ട് ഇറ്റ്സ് മീനിങ്, സെക്കൻഡ് വൺ ഇറ്റ്സ് എയിം ആൻഡ് ഇംപ്ലിക്കേഷൻ. ഈ 3 പോയിൻറ്റ്സിൽ യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്താണ്. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും സബോർഡിനേറ്റേഴ്സ് കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. സബോർഡിനേറ്റ്സിനെ കൺഫ്യൂസ്ഡ് ആക്കാത്ത രീതിയിലായിരിക്കുള്ള നിർദ്ദേശങ്ങളാണ് നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ഒരു മാനേജർ ആ മാനേജറുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സിന് ഒരിക്കലും കൺഫ്യൂഷൻ വരാത്ത രീതിയിലുള്ള നിർദ്ദേശങ്ങൾ, അവരൊരിക്കലും കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. അപ്പം ഇത് എൻഷുർ ചെയ്യുന്ന വൺ ഓഫ് ദ പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡിൻ്റെ മീനിങ്ങിൽ subordinate should receive orders from one superior and responsible to only one superior. ഇതാണ് മീനിങ്ങിൽ യൂണിറ്റി ഓഫ് കമാൻഡ് ഉദ്ദേശിക്കുന്നത്. ഇനി യൂണിറ്റി ഓഫ് ഡയറക്ഷനിൽ ഉദ്ദേശിക്കുന്ന ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് സെയിം ഒബ്ജക്റ്റീവ് മസ്റ്റ് ഹാവ് വൺ ഹെഡ് വൺ പ്ലാൻ. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ടാവും. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, പർച്ചേസ് ആക്ടിവിറ്റീസ് ഉണ്ട്, പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി പ്രൊഡക്ഷൻ മാനേജറുടെ കീഴിൽ, മാർക്കറ്റിംഗ് ആക്ടിവിറ്റി മാർക്കറ്റിംഗ് മാനേജറുടെ കീഴിൽ, പർച്ചേസ് ആക്ടിവിറ്റീസ് പർച്ചേസ് മാനേജറുടെ കീഴിൽ. അപ്പം ഈ വ്യത്യസ്ത ആക്ടിവിറ്റീസുകൾക്കൊക്കെ തന്നെ വൺ ഹെഡ് വൺ പ്ലാൻ ഉണ്ടാവണം. അപ്പോൾ ആ പ്രത്യേക ആക്ടിവിറ്റീസുകളെ, ആ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഓവർലാപ്പിംഗ് ആവാൻ പാടില്ല. ഓക്കെ, കൂടിക്കലരാൻ പാടില്ല. പക്ഷേ ഒരു കോമൺ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ടാണ്, ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ടാണ് ഒരു സ്ഥാപനത്തിലെ വിവിധ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസുകൾ അണ്ടർടേക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ വൺ ഹെഡ് വൺ പ്ലാൻ്റെ ബേസിലായിരിക്കണം ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യേണ്ടത്. ഇതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പം മീനിങ്ങിൽ ഇതാണ് ഡിഫറൻസ്. രണ്ടാമത്തെ പോയിന്റിൽ എയിമിൻ്റെ ബേസിൽ ഉദ്ദേശം, ഇതിൻ്റെ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിറ്റി ഓഫ് കമാൻഡ് ഉദ്ദേശം എന്താ വെച്ചാൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ഡ്യുവൽ സബോർഡിനേഷൻ. കുറേ സബോർഡിനേഷൻ വരുന്നതിനെ തടയുക. എന്താണ്? ഇൻ ഓർഡർ ടു അവോയ്ഡ് കൺഫ്യൂഷൻസ്, ഇൻ ഓർഡർ ടു ബ്രിങ് സ്പീഡ്നെസ്, അല്ലേ? അപ്പം സ്മൂത്ത്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്യുവൽ സബോർഡിനേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രിവെൻഷൻ ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എയിം പ്രിവെൻറ്റിങ് ഡ്യുവൽ സബോർഡിനേഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ്റെ എയിം എന്താണ്? ഇറ്റ് പ്രിവെൻറ്റ്സ് ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്, കൂടിക്കലരൽ, ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്, വ്യത്യസ്ത ആക്ടിവിറ്റീസുകളെ കൂടിക്കലർന്നുകൊണ്ട് ഫങ്ഷൻസുകൾ നടക്കാൻ പാടില്ല. സെപ്പറേറ്റ് ഫങ്ഷൻസ് വൺ ഹെഡ് വൺ പ്ലാൻ്റെ ബേസിൽ കോമൺ ഒബ്ജക്റ്റീവ്സിലേക്ക് ലഭിക്കത്തക്ക രീതിയിൽ അണ്ടർടേക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം ഇറ്റ് പ്രിവെൻറ്റ്സ് ഓവർലാപ്പിംഗ്, എയിം അതാണ്. മൂന്നാമത്തെ പോയിന്റ് ഇംപ്ലിക്കേഷൻ, ഇതിൻ്റെ എഫക്റ്റ്. സോ ഇറ്റ് അഫക്ട്സ്, യൂണിറ്റി ഓഫ് കമാൻഡ് അഫക്ട്സ് ഓൺ ഇൻഡിവിജ്വൽ എംപ്ലോയീനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണെന്ത്? യൂണിറ്റി ഓഫ് കമാൻഡ്. അതായത് ഒരു ബോസ് പിന്നെ സബോർഡിനേറ്റർ. അപ്പോൾ ബോസും സബോർഡിനേറ്റർ അല്ലെങ്കിൽ മാനേജറും സബോർഡിനേറ്ററും തമ്മിലുള്ള, സുപ്പീരിയർ സബോർഡിനേറ്ററും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിലാണ് ഈ ഒരു കമാൻഡ്, ഈ ഒരു പ്രിൻസിപ്പിൾ വരുന്നത്. നേരെ മറിച്ച് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ വരുന്നത് അഫക്ട്സ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിലെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്നതാണെന്ത്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് എ കമ്പാരിസൺ ബിറ്റ്വീൻ യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അപ്പോൾ ഈ 2 പ്രിൻസിപ്പിളും ചെറിയൊരു കമ്പാരിസൺ നമ്മൾ നടത്തിക്കഴിഞ്ഞു. കുട്ടികൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ.